അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളിന്ന് എന്താ പറയുക ഒരു ഫുഡിങ് വീഡിയോ അതല്ല അഷ്റഫേ ഫുഡിങ് അല്ലേ വാപ്പോ ഇവരൊക്കെ പ്രവാസികളായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ അതിൽ നല്ലൊരു ശതമാനം ആൾക്കാരും പ്രവാസികളാണ്. ഞങ്ങളെ എന്താ പറയുക മുമ്പ് ഞങ്ങൾ ഒരു വീഡിയോ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ടൂർ പോയതാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നല്ല നാടൻ ബിരിയാണി അല്ലേ? എന്ത് ബിരിയാണിയാണ്? നാടൻ ദം ബിരിയാണി. ബിരിയാണി എന്താണ്, ചിക്കനാണോ ബീഫാണോ? ബീഫ് ബിരിയാണി. നല്ല ഇളയ കുട്ടൻ വാങ്ങിച്ചിട്ട് അല്ലേ? ഇളയ കുട്ടൻ വാങ്ങിച്ചിട്ട് അതിട്ട് ഞങ്ങളൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അതിലെ രസകരമായ കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇവിടെ ക്യാരറ്റിൻ്റെ പരിപാടിയൊക്കെ സജീവം നടക്കണില്ലേ? ഉള്ളി ആരാ വിട്ടണേ? ഉള്ളി ഇട്ടുന്ന ആൾ കണ്ണെരിഞ്ഞ് പോയിക്കണേ. അപ്പോൾ കയറി അപ്പോൾ ഒരാളെ കണ്ണെരിഞ്ഞപ്പോൾ ആൾ എന്ത് ചെയ്ത് അടുപ്പുണ്ടാക്കാൻ പോയിട്ടുണ്ട് അല്ലേ? ഇനി അടുത്ത ആൾ കണ്ണാട വെച്ചിക്കണ്ട വരണം കണ്ണെരിയാതിരിക്കാൻ വേണ്ടി. അപ്പോൾ പിന്നെ അല്ല വാപ്പോ മുമ്പ് ഈ ഉള്ളി വെട്ടി പരിചയമുണ്ടോ? പുള്ളി ഒരുപാട് ഉള്ളി വെട്ടിക്കണമെന്നാണ് പറഞ്ഞത്. ആ വെട്ടിപ്പം നമ്മൾ കാണാൻ പോവുകയാണ്. ഇത് പിന്നെ നമുക്ക് പിന്നെ കുഞ്ഞാകൊക്കെ ഓക്കെയാണ് അല്ലേ? ഇദ്ദേഹം പിന്നെ പ്രവാസിയില്ല കേട്ടോ, നാട്ടിൽ തന്നെയാണ്. ഗൾഫിലൊന്നും പോയിക്കണില്ല എൻ്റെ ഇടയിൽ? ഗൾഫിൽ കുറച്ച് കാലമൊക്കെ പോയിട്ടുണ്ട്. ഇതിൽ ഞാൻ മാത്രമേ ഗൾഫിൽ പോകാത്തുള്ളൂ. പിന്നെ വേറെ ആളുടെ ഒരു ഓട്ടോ ആയിട്ട് പമ്പരം തരുന്ന ആളാണ്, മൂപ്പരും ഗൾഫുകാരനായിരുന്നു. അപ്പം തന്നെ നമുക്ക് അതിൻ്റെ രസകരമായ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. എന്നിട്ടാ വാപ്പു എന്താ പറയുക ഉള്ളി വെട്ടാണ്, ഒരുപാട് ഉള്ളി വെട്ടിക്കുന്ന പറഞ്ഞു. കണ്ണട വെച്ചുകൊണ്ട് കണ്ണെരിയില്ലല്ലേ വാപ്പു? എത്ര കിലോനാണ് വെക്കുന്നത്? 10 കിലോ ബിരിയാണി വെക്കാൻ അതിക്ക് എത്ര കിലോ മുളക് വേണ്ടി വരും? അല്ല എത്ര മുളക് വേണ്ടി വരും? ഒരു 400 ഗ്രാം. പിന്നെ ക്യാരറ്റോ? 250 ഇഞ്ചി 200 ഗ്രാം. 10 കിലോനെ കണക്കാണ്ട പ്രേക്ഷകർ ശ്രദ്ധിച്ചോളി. ഇത് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്, ഉദ്ദേശിച്ച ബിരിയാണി അല്ല. പിന്നെ ഈ ഉള്ളി ഇത് ഈ വലിയ ഉള്ളി ഇതാ, ഇത് എത്ര ഗ്രാം വേണ്ടി വരും? 4 കിലോ. അതായത് 10 കിലോ ബിരിയാണി ഉണ്ടാക്കിയത് 4 കിലോ വെല്ലുവിളി വേണം. അതിന്റെ കണക്കാണ് ഇപ്പം പറഞ്ഞത്. പലരും അതിന്റെ അളവ് കൂടും കുറയ്ക്കും ചെയ്യും. തക്കാളി 2.5 കിലോ, ഉള്ളി 4 കിലോ. തക്കാളി 2.5 കിലോ വേണം. 4 കിലോ ഉള്ളിക്ക് 2.5 കിലോ തക്കാളി. പിന്നെ ഇതോ ഇഞ്ചിയും മുളകൊക്കെ, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ 200 250. അപ്പോൾ 200 ഇഞ്ചി ആയിരിക്കുമോ? 200 ഇഞ്ചിയും 250 വെളുത്തുള്ളിയും. അപ്പോൾ 250 ഇഞ്ചി. അപ്പോൾ വെളുത്തുള്ളി കുറക്കും. അപ്പോൾ വെളുത്തുള്ളി 200ഉം ഇഞ്ചി 250. ഇനി അത് പേസ്റ്റ് ആക്കണം അല്ലേ? അവിടെ ചെയ്തപോലെ മിക്സിയിലിട്ടൊന്ന് അരക്കലാം. അതാ വെളുത്തുള്ളി ഇതും നോട്ടെന്ന് കേട്ടാ മിക്സിയിലിട്ടിട്ട് ഇതുപോലെ. പണ്ടൊക്കെ അത് നമ്മളെ അമ്മയും വിട്ട് അരക്കരുതല്ലേ? അരക്കേണ്ട ആവശ്യമില്ല. വരലുകൊണ്ട് ഇഞ്ചിയല്ലോ പറയുന്ന പോലെ തെറ്റില്ലേ? അങ്ങനെയാണ് എൻ്റെ പരിപാടി. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഘട്ടങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അടുപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക 10 കിലോൻ്റെ ചെമ്പാണ് വെച്ചിട്ടുള്ളത്. ഇതുപോലെ 2 എണ്ണം വേണം കേട്ടോ. ഓൾറെഡി ഇതൊരു അടുപ്പാണ്. ഇനി അടുത്തത് ഇവിടെ ഉണ്ട്. ഇതിലേക്ക് ചെമ്പ് വരുന്നേ ഉള്ളൂ. അപ്പോൾ 2 ചെമ്പിനാണ്. ഒന്നിൽ അരി തിളപ്പിക്കാനും മറ്റൊന്നിൽ ഇതിൻ്റെ ഉള്ള മസാലകൾ സെറ്റാക്കാനൊക്കെയാണ്. ഇത് വെള്ളം തിളപ്പിക്കാനല്ലേ? വെള്ളം തിളപ്പിക്കാൻ നമ്മൾ വേറെ ചെമ്പട്ടിയാണ്. അതിൽ അരി ഇട്ട് തിളപ്പിക്കും. അവിടെ ചെമ്പ് വെച്ചിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാൻ, ബീഫ് ഇടലാണ്, ബീഫ് ഇട്ട് വേവിക്കാനാണ്. നമുക്ക് സജീവമായിട്ട് പണിയിലാണ് കേട്ടോ. വിറകൊക്കെ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ അതാ ബിരിയാണി വെക്കാനുള്ള ബാക്കി ഗ്യാങ്ങുകൾ വന്നുകൊണ്ടിരിക്കട്ടോ. വാഹനങ്ങളൊക്കെ ഇവിടെ നിറഞ്ഞിട്ടുണ്ട്. ഒരാളിവിടെ ചവരിപ്പൊളിയിട്ട് പോകട്ടോ. അടുപ്പ് കത്തിക്കാനുള്ള പരിപാടിയാണ്. കത്തിക്കാനുള്ള ഉസ്താദാണ് ആ വണ്ടിയിൽ വരുന്നത്. അദ്ദേഹം ഇറങ്ങിയ രസം എന്തേ ഉള്ളൂ, തീ കൊടുക്കുള്ളൂ എന്നുള്ള. ഇദ്ദേഹം വന്നിട്ടാണ് തീ കൊടുക്കാനുള്ള കേട്ടോ. ഇതാണ് മെയിൻ കുക്ക്. ഇതാണ് ഇതാ വരുന്നത്. മെയിൻ കുക്ക് കാറിൽ വന്നിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരി ബുള്ളറ്റുമൊക്കെയാണ് ഓരോരുത്തർ പറഞ്ഞത്. ഈ വരുന്ന ആളാണ് 5 ആക്കുള്ള ചോറ് വേണമെന്ന് പറഞ്ഞ ആൾ. 5 ആക്കുള്ള ചോറാണ് മിനിമം. അപ്പോൾ അതിനാണ് ബുള്ളറ്റുമ്മ പറന്ന് വന്നത്. അപ്പോൾ തീ കൊടുക്കാൻ പോകണില്ല അഷ്റഫേ? ഓയിക്കെന്താ ഡിന്നർ? എന്താ ഡിന്നറോ? ഡിന്നറല്ല ടിന്നർ കേട്ടോ. കുറച്ച് വിട്ടുന്നാ കേട്ടോ കത്തിക്കുമ്പോൾ പാളും. ഓ അങ്ങനൊന്നുമില്ല. ഒക്കെ അഷ്റഫ് നന്നായിട്ട് കൈകാര്യം ചെയ്യാം. നമ്മളെത്ര കണ്ടതാകട്ടെ അല്ലേ? അങ്ങനെ തീയാണ് കത്തിച്ചിട്ടുണ്ട്. തീ കത്തി ഒന്ന് സെറ്റ് ആകുമ്പോൾ നമ്മൾ ചെമ്പായിക്കൊണ്ട് വെക്കും. ഇതെന്താ സലാഡാ? നിങ്ങളത് മാറി നിന്നിട്ട് സലാഡ് ഉണ്ടാക്കട്ടാ. നമ്മൾ വീഡിയോയിൽ കൊണ്ടുപോയിച്ചിട്ട് പേടിച്ചിട്ട് മാറിക്കാം. എന്നാലും അപ്പോൾ ഉള്ള സ്ഥലത്ത് കടുക്കിലേക്ക് നമ്മൾ വന്നതാ.
നാരങ്ങ പിഴിഞ്ഞിട്ട് നീരാണ് ഒഴിക്കുക. എനിക്ക് ഞാൻ പറഞ്ഞുതരാം. കമ്പനി സ്റ്റാഫ് മെയിൻ കുക്ക് നമുക്ക് പറഞ്ഞു തന്നിക്കണം കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഇപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളല്ലേ. കാട സൺഫ്ലവർ അല്ലേ? ഇതെന്താ സംഭവം മുത്തുവോ? മസാല ബിരിയാണിക്കുള്ള മസാല. ഇത് ഈ പറയുന്ന ഇരിക്കുന്ന ആളാണ് ഇതിന്റെ മെയിൻ കുക്ക്. ഇയാൾ ഇവിടുന്ന് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കണം. കറുകപ്പട്ടനല്ല, ഒറിജിനൽ ആണ് ഇതല്ലേ, ഒരു കൃത്യമായി ചേരാത്ത നാടൻ മഞ്ഞപ്പൊടിയാണിത്. തനിനാടനായിട്ടാ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡിന് ചില പ്രത്യേകതകളുണ്ട്. പരമാവധി സാധനങ്ങൾ നാച്ചുറലാണ്, വീട്ടിലുണ്ടാക്കിയ സംഭവങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ വീട്ടിലായി കൃഷിയുള്ളത് ഈ പട്ടൻ്റെ ഇതിൻ്റെ നിങ്ങളെ വരലുണ്ട്. അതാണ് കുറേയൊക്കെ ഇതിലെ ആളുകൾ എന്ത് ചെയ്യാണ്, അവനവൻ്റെ വീട്ടിലുള്ള സാധനഗതിക്ക് ഉപയോഗപ്പെടുത്താണ്ട് കൊണ്ടുവരാണ്. ചപ്പ് നമ്മളെ വീട്ടിലുണ്ടാകുന്നല്ലേ, അവൻ പറയുന്നു കൃഷി ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഒന്നില് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു, ഇതിൽ അരി വേവിക്കാം അല്ലേ. ഇപ്പുറത്ത് ഈ മസാലക്കൂട്ടുകൾ സെറ്റാക്കാനുള്ളത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും. പക്ഷെ അതൊക്കെ അരിയുടെ ടേസ്റ്റ് വർദ്ധിപ്പിക്കാനുള്ള സാധനം കേട്ടോ. നേരത്തെ കണ്ട സംഭവം എന്തായിട്ട് ഈ വെള്ളം തിളപ്പിക്കാണ്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന ഡാൾഡ് ഒഴിക്കണം അല്ലേ. ഈ പാർക്ക് ചെയ്ത ബൈക്കുകൾ അതുപോലെ കാറ് ഒക്കെ ആയിട്ട് ധാരാളം വാഹനങ്ങളുണ്ട്. അതൊക്കെ ഓരോരുത്തരും ഈ പരിപാടിയിലേക്ക് പങ്കുചേരാൻ വേണ്ടി വന്നതാണ്. കുട്ടികളുടെ റോഡിൽ അവരുടേതായിട്ടുള്ള വിനോദങ്ങളിലാണ്. അപ്പോൾ ആദ്യമായിട്ട് മസാല കൂട്ടാൻ വേണ്ടി 200 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് ഡാൽഡ ആദ്യം ചെമ്പിലേക്ക് വെച്ച് ഇതൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ അടുത്ത പരിപാടി ആരംഭിക്കണം. ഫ്രീക്കൻസിൻ്റെ സലാഡ് ഉണ്ട്, അതിലേക്കുള്ള പപ്പായാണ് പൊടിച്ചുകൊണ്ടിട്ട്. അതൊക്കെ അവനവൻ്റെ പറമ്പിൽ കൃഷി ചെയ്ത ഒക്കെ. പക്ഷെ ഫ്രീക്കന്മാർ അടുക്കളയിലാണ്, അവർ പുറത്തേക്ക് വരില്ല, ക്യാമറയുടെ മുമ്പിലേക്ക് വല്ലാതെ വരാൻ താല്പര്യമില്ല അവർക്ക്. തന്ത വൈബുകളൊക്കെ ഞങ്ങൾ പുറത്തിങ്ങനെ ഉണ്ട്. ഫ്രീക്കൻസ് അവിടെ ഉള്ളിലാണ്. നന്നായിട്ട് ഇടയ്ക്ക് പിടിക്കും, അല്ലെങ്കിൽ അടി പിടിക്കില്ല. ഇടയിൽ ഒരാൾ ഞാൻ മെയിൻ കുക്കാണെന്ന് പറഞ്ഞിട്ട് അടിച്ച് മാറ്റുന്ന സാധനം കണ്ടില്ലേ, മുന്തിരിയാണ്. ഇനി ഭക്ഷണത്തിന് ടേസ്റ്റ് പറയുന്ന മുന്തിരിൻ്റെ അളവ് പറഞ്ഞുകൊണ്ട് ആഴ്ചയിൽ ദിവസം ടർഫ് കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. ഗെയിം എന്ന് പറഞ്ഞ പരിപാടി മൊബൈലിൽ നിന്ന് മൊത്തം ഡിലീറ്റ് ആക്കുന്നുണ്ട്. ഡിലീറ്റ് അങ്ങനെ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ആഴ്ചയിൽ ഒരു ദിവസം ടർഫിൽ സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് അല്ലേ. ആ പറഞ്ഞ ആൾക്കാർ അവരൊക്കെ നോക്കുക, ടർഫിൽ കൊടുക്കാനുള്ള പൈസയും കൊടുക്കും. ഒക്കെ നമ്മൾ ചെയ്യും. ഇവരെ മൊബൈലിൽ ഞാനും എന്താ പറയുക ഗെയിം കണ്ടാ പറഞ്ഞോണ്ടിട്ടാ. ഈ പറഞ്ഞ ആൾക്കാർ നമുക്ക് നോട്ട് ചെയ്ത് ഇവിടെ പൊതിനി ചെപ്പ് റെഡി ആയിട്ടില്ലേ, മല്ലിച്ചെപ്പ് റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ട് ഇത് നാരങ്ങ പിയ്യാനില്ലേ, അത് ആദ്യം ഒന്നുണ്ട് സെറ്റാക്കണം. സെറ്റാക്കിയിട്ട് പിഞ്ഞ് വരുള്ളൂ. ഇപ്പുറത്തോടെ റെഡി ആയിരിക്കുന്നത് എന്താണ്, പൊതിനിയും മല്ലിച്ചെപ്പും. അതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് സെൻറ്റർ കട്ട് ചെയ്യും. ഇനിയാണ് ആ പിയ്യുന്ന തമാശ നടക്കാൻ പോകുന്നത്. ഇതുപോലെ കണ്ട് പിഞ്ഞെടുക്കണം. അടുത്തതായിട്ട് കറിവേപ്പില അല്ലേ. ഈ ഉള്ളി ഒന്ന് കളർ കൊണ്ട് മാറി വരുന്ന സമയത്തേക്ക് കറിവേപ്പില ഇടുകയാണ് ചെയ്യുന്നത്. സലാഡ് എന്തൊക്കെയാണ് സംഭവം? എന്തൊക്കെ വെല്ലുള്ളി പിന്നെന്താ പപ്പായ കിട്ടുക, അത് വേറെ ചെയ്യാം. പിന്നെ നമ്മളെ വെല്ലുള്ളി, കക്കരിക്ക, ക്യാപ്സിക്കം, ഈ 3 എണ്ണം. അപ്പൊ പിന്നെ ഈ പപ്പായ വേറെ ചെയ്യാം, അത് വേറെ സലാഡ്. അപ്പൊ ഈ മാങ്ങ മാങ്ങയും പപ്പായ കൂടി വേറെ ചെയ്യും. അപ്പൊ 2 ഐറ്റം ഉണ്ടാവും. 2 ഐറ്റം സലാഡ് കേട്ടോ ബിരിയാണിക്ക്. ഇത് ഫ്രീക്കന്മാരെ വകയാണ്. ഏകദേശം ഈ കളർ ഇങ്ങനെ മാറി ഒരു തൗട്ട് കളർ വരൂല്ലേ. ഈ സാധനം ഇവിടെ കൈ പിടിച്ചറിയോ, ഇതോടെ വെച്ചിട്ട് എല്ലാവരും എന്താ മുന്തിരിയോ ഇതെന്താ അണ്ടിപ്പരിപ്പം വെച്ചിട്ട് നിങ്ങളെ എണ്ണം കുറയുണ്ട്. അപ്പോൾ അതുകൊണ്ടേ അത് കയ്യിലൂടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചാണ്. ഇവിടെ പാകാകുന്നുള്ളൂ, അതിനുള്ള കാത്തിരിപ്പാണ്. തൊട്ട് അതെ. പിന്നെ അതിൽ ഇതൊന്ന് ചേർത്തില്ലേ, അങ്ങനെ ഈ കളറിൽ കിട്ടണം. ഓവർ നമ്മൾ കരിക്കരുത്. ഇങ്ങനെ ഈ ലെവലിൽ കിട്ടണം അല്ലേ. ഇതാണ് എൻ്റെ പാകം. അപ്പൊ ഈ മുളക് വെട്ടാതെ ഇടുന്നല്ലേ, വെറൈറ്റിയാണ്. അപ്പൊ ആദ്യം നമ്മൾ ഈ മുളകിട്ട് പൊട്ടിക്കും. കയറ്റ എണ്ണം കുറയണം, നോക്കിക്കോളിട്ടാ. നമ്മളെ ആവശ്യത്തിന് കുട്ടികളുണ്ടായതുകൊണ്ട് നമ്മൾ മുളക് കുറച്ച് കുറക്കാളെ വരില്ല, അതുകൊണ്ട് കുറച്ച് മാറ്റി വെച്ച് കിട്ടാം. ഇതൊന്ന് പൊട്ടിക്കും. എടുത്തിക്കാൻ പറ്റില്ല. അല്ല, മുളകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഉള്ളില്ലേ. അപ്പൊ ആദ്യം മുളകിട്ട് അതിന്റെ മേലെ ഇനി ഉള്ളിട്ട്
ഇളകിക്കൊണ്ടിരിക്കണം എന്ന ആളാണ് ഇസ്മായിൽ ആലമ്പാട്ടിൽ. ഇദ്ദേഹം വന്നതിന് ശേഷമാണ് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നത്. ഒന്നും കൂടി സെറ്റായതിന് ശേഷം അടുത്ത ഉപ്പിടണം കേട്ടോ. കല്ലുപ്പാണല്ലേ ഉപയോഗിക്കണേ? കല്ലുപ്പ് വേണമെന്നാണ് കണക്ക് കേട്ടോ. ഇത് നമ്മൾ അരി ഉപയോഗിക്കുന്നതിന് കുറച്ച് കല്ലുപ്പിട്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലാണ് ഇതൊക്കെ എന്നാ മനസ്സിലാക്കണം കേട്ടോ. ഇദ്ദേഹമാണ് ഇതിൻ്റെ മാസ്റ്റർ. ഇതാ ഇത് ഇദ്ദേഹത്തിൻ്റെ വകേട്ടാ. കട്ടൻ ചായക്ക് ഇങ്ങനെ കുറച്ച് തിന്നാൻ വേണ്ടിയുള്ള കടല കാര്യങ്ങളൊക്കെ ആയിട്ട് ഇദ്ദേഹം എങ്ങനെയാണ് എന്തൊരു പരിപാടി കൂടിയാലും അവിടെ ഉള്ളവരെ വെറുതെ ബോറടിപ്പിക്കില്ല. നേരത്തെ നമ്മൾ കണ്ടിരുന്ന ഉള്ളി വാട്ടിയതും അതിൻ്റെ മേലെ അണ്ടിപ്പരിപ്പ് മുന്തിരി, അതിന് ശേഷം അതിൻ്റെ മേലെ ഒരൽപ്പം മല്ലിച്ചപ്പ് ഇങ്ങനെ പച്ചയായിട്ട് വിതറിയിട്ടുണ്ട്. അത് ചൂടാക്കിയിട്ടൊന്നുമില്ല, നേരെ പച്ചയായിട്ട് വിതറി വെച്ചത്. ബിരിയാണിക്ക് നമുക്ക് മുളക് കട്ട് ചെയ്യാത്ത നീളത്തിലിട്ടതെങ്കിൽ കച്ചമ്പർക്ക് നമ്മൾ മുളക് ചെറുങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കച്ചമ്പർ സെറ്റാക്കാനുള്ള പരിപാടിയാണ്. അതിലേക്ക് ക്യാരറ്റും വേണമല്ലേ? ഇവ രണ്ടാണ് മെയിൻ ഇതിൻ്റെ ചൂടാക്കുന്ന കാര്യത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഈ രണ്ട് വില്ലന്മാരാണ്. പ്രിയമുള്ളവരെ, വീഡിയോയുടെ ലെങ്ത് വർദ്ധിക്കും എന്ന കാരണത്താൽ തൽക്കാലം ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഈ വീഡിയോയുടെ കാതലായ ഭാഗം അടുത്ത പാട്ടിലൂടെ നമുക്ക് കാണേണ്ടതുണ്ട്. വിനോദപ്രദവും വിജ്ഞാനപ്രദവുമായ തുടർന്നുള്ള കാഴ്ചകൾ നഷ്ടമാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് സമ്മാനമായി നൽകുമെന്ന പ്രതീക്ഷയിൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.